ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്പ്യൂട്ടർ ജനറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ജനറേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തലമുറകൾ. അപ്പോൾ കമ്പ്യൂട്ടർ തലമുറകളുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ജനറേഷൻസുമായി ബന്ധപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന്, ഓരോ കമ്പ്യൂട്ടർ ജനറേഷൻസിലും 5 ജനറേഷൻസ് ആണുള്ളത്. ഈ 5 ജനറേഷനിലും യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി ഏതെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഓരോ ജനറേഷൻസിലും യൂസ് ചെയ്ത കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ. ഇത് രണ്ടുമാണ് PSC നിരന്തരം ഈ കമ്പ്യൂട്ടർ ജനറേഷൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. ഇപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് ഓരോ ജനറേഷനും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി ഏതാണ്, രണ്ടാമത്തെ കാര്യം ഓരോ ജനറേഷൻസിലും ഉപയോഗിക്കുന്ന ഓരോ ജനറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടറിന് എക്സാമ്പിൾസ്. ഈ 2 കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ജനറേഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരേ സമയം ഒരു ക്ലാസ് റൂമിൻ്റെയും ഒരു മികച്ച PSC റാങ്ക് ഫീൽഡിൻ്റെയും ഗുണം തരുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഓൺലൈൻ PSC ആപ്ലിക്കേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ ജനറേഷൻസ്, 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയാണ്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിനെ പറ്റിയാണ്. അപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്താണ് എന്ന് ചോദിച്ചാൽ വാക്വം ട്യൂബ്സ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി ഒന്ന് വാക്വം ട്യൂബ്സ്, ഒരെണ്ണം കൂടെ ഓർത്തിരിക്കുക മാഗ്നറ്റിക് ഡ്രംസ്. 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഒന്ന് വാക്വം ട്യൂബ്സ്, 2 മാഗ്നറ്റിക് ഡ്രംസ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന 2 ടെക്നോളജീസ് ആണ്, ഒന്ന് വാക്വം ട്യൂബ്സ്, മറ്റൊന്ന് മാഗ്നറ്റിക് ഡ്രം. നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് വാക്വം ട്യൂബ്സുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ മാഗ്നറ്റിക് ഡ്രംസ് കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുക, കാരണം PSC ചോദിച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഡ്രംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം റയറായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്.